നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രത്യേകവും അതേസമയം തന്നെ ആത്മീയവുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും. ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പോലും മനസ്സിലാകാതെ നിന്നു പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വളരെ പരിശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയായി പോകാത്ത അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ പോലും വൈകിപ്പോകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ശ്രമങ്ങൾക്ക് ഫലം കിട്ടാത്തത്? പക്ഷെ സത്യത്തിൽ പലപ്പോഴും നമ്മൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുമ്പോൾ അതിനു മുൻപായിട്ട് ചില സൂചനകൾ നമ്മൾക്ക് ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ നൽകാറുണ്ട്. ആ സൂചനകൾ ചിലപ്പോൾ ഒരു സ്വപ്നമായി വരാം, ചിലപ്പോൾ ഒരു അപ്രതീക്ഷിത അവസരമായി വരാം, ചിലപ്പോൾ ഒരു വ്യക്തിയുടെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ അതുപോലെ ഒരു ആത്മീയ അനുഭവമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നിൽ 3 ദൈവചിത്രങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചിത്രം ശ്രീകൃഷ്ണ ഭഗവാനാണ്, രണ്ടാമത്തെ ചിത്രം മഹാലക്ഷ്മി ദേവിയാണ്, മൂന്നാമത്തെ ചിത്രം ശിവഭഗവാനാണ്. ഈ 3 ദൈവങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെറുതെ ഒരു വിനോദ വീഡിയോ മാത്രമല്ല. ഇത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വിശ്വാസവും ദൈവത്തോട് ചേർന്നു പോകുന്ന ഒരു ആത്മീയ യാത്രയാണ്. അതുകൊണ്ട് ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, ദൈവത്തെ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏറെ നാളായുള്ള ഒരു ആഗ്രഹം ഓർക്കുക. അത് ഒരുപക്ഷെ ഒരു ജോലിയായിരിക്കാം, ഒരു സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമായിരിക്കാം, ഒരു കുടുംബ സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ സ്വപ്നമായിരിക്കാം. ആ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ 3 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ചിത്രം ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് മാത്രമല്ല. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ അത് ഭാഗ്യമായി വരാം, മറ്റൊരാളുടെ ജീവിതത്തിൽ അത് സമാധാനമായി വരാം, ചിലർക്കത് സാമ്പത്തിക മുന്നേറ്റമായി വരാം, ചിലർക്കത് ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയായി വരാം. ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയ സൂചനകൾ നമ്മൾക്ക് സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനത്തോളം കാണുക. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന സന്ദേശം തുറന്നു കാണിച്ചേക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള 3 ചിത്രങ്ങളിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം ഏതാണ് എന്ന് തിരിച്ചറിയുക. അത് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണോ, അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണോ, ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രമാണോ? നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരോട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് ഒരു ദൈവചിത്രത്തിലേക്ക് സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ടാകാം. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും ദൈവമാണ്. ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവസാനം എല്ലാം നല്ലതാക്കാൻ കഴിയുന്ന ശക്തി അദ്ദേഹത്തിനുണ്ട് എന്നാണ് വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് സൂചന. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് വേണ്ടത്ര ഫലം കിട്ടാത്തതുപോലെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പായും പറയാം, ഈ അവസ്ഥ വളരെ അധികം നീളില്ല.
ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പതുക്കെ മാറ്റങ്ങൾ ആരംഭിക്കും. ആദ്യം ചെറിയ കാര്യങ്ങൾ നല്ലതാകാൻ തുടങ്ങും. പിന്നെ വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റം പ്രധാനമായും 3 മേഖലകളിലായിരിക്കാം. ആദ്യമായി മനസ്സിന്റെ സമാധാനം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു സമ്മർദ്ദമുണ്ടാകാം. പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മനസ്സ് അലോസരപ്പെട്ടിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം പോലും ശരിയായി കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇനി പതുക്കെ ആ മാനസിക സമ്മർദ്ദം കുറയാൻ തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാകാൻ തുടങ്ങും. നിങ്ങൾ വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ തുടങ്ങും. രണ്ടാമത്തെ വലിയ മാറ്റം അവസരങ്ങളിലൂടെ വരാനിടയുണ്ട്. ഇത് ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റമായിരിക്കാം. ചിലർക്കത് പുതിയ ഒരു തുടക്കവുമായിരിക്കാം. കുറച്ചു കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരം ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആദ്യം അത് ചെറിയൊരു സൂചനയായി തുടങ്ങും, പിന്നീട് അത് വലിയൊരു മാറ്റത്തിലേക്ക് മാറും എന്നതാണ്. മൂന്നാമത്തെ മാറ്റം ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലുമായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി ചില ബന്ധങ്ങളിൽ ദൂരവും തെറ്റിദ്ധാരണയും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വിധത്തിൽ ചിലർ മാറിപ്പോയതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ബന്ധങ്ങൾ വീണ്ടും മെച്ചപ്പെടുന്ന സമയമാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മനസ്സുള്ള ആളുകൾ വരാൻ തുടങ്ങും. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. ഇതിനു പുറമെ മറ്റൊരു പ്രധാന സൂചനയും കൂടെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഏറെ നാളായിട്ട് മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ടാകാം. അത് നിങ്ങളിൽ പലർക്കും മറ്റുള്ളവരോട് പറയാത്ത ഒരു ആഗ്രഹമായിരിക്കാം. ആ ആഗ്രഹം സാധിക്കാനുള്ള സാധ്യത ഇപ്പോൾ പതുക്കെ അടുത്തു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരു ചെറിയ ഉപദേശം കൂടെ പറയണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ധൈര്യവും വിശ്വാസവുമാണ്. ജീവിതത്തിലെ ചില കാര്യങ്ങൾ വൈകിയാലും അതിനു പിന്നിൽ ഒരു നല്ല സമയം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ മുന്നോട്ടു പോകുന്ന വഴിയിൽ ചില ചെറിയ തടസ്സങ്ങൾ ഇനിയും ഉണ്ടാകാം. പക്ഷെ അവയെല്ലാം കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ്. നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഒരു നല്ല മനസ്സുണ്ട്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്ന മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല വരിക. പക്ഷെ അടുത്ത കാലഘട്ടത്തിൽ പതുക്കെ അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം തുടങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നും. അതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന പുതിയ ഘട്ടം. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും നല്ല ദിവസങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ ഈ ഒരു സന്ദേശത്തിൽ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണെങ്കിൽ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പോലെ പറയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് യാദൃശ്ചികമല്ലെന്നാണ് വിശ്വാസം പറയുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സ് ഒരു ദൈവചിത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയായിരിക്കാം. മഹാലക്ഷ്മി ദേവി സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ്. അതുകൊണ്ട് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഒരു നല്ല മാറ്റം അടുത്ത കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളോ വർഷങ്ങളോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വളരെ പരിശ്രമിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം കിട്ടാത്തതുപോലെ തോന്നിയിരിക്കാം. ചിലർക്ക് കടബാധ്യതകളുടെ ചിന്തയുണ്ടാകാം. ചിലർക്ക് ജോലി അല്ലെങ്കിൽ വരുമാനം സംബന്ധിച്ച ആശങ്ക ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ പതുക്കെ അവസ്ഥ മാറിത്തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന മാറ്റം സാമ്പത്തിക മേഖലയിലാണ്. ഇത് ഒരേ സമയം വലിയ രീതിയിൽ വരണമെന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ മാറ്റത്തിലേക്ക് പോകാം. ഒരു പുതിയ ജോലി അവസരം ലഭിക്കാം. ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ പുരോഗതി ഉണ്ടാകാം. വരുമാനത്തിൽ ചെറിയൊരു വർധനവുണ്ടാകാം.
ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു ശ്രമം ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. ചിലർക്കത് പുതിയൊരു ബിസിനസ് ആശയമായി വരാം. ചിലർക്കത് ഒരു പഴയ സ്വപ്നം വീണ്ടും തുടങ്ങാനുള്ള അവസരമായി വരാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് വെറും ധനസമ്പത്ത് മാത്രമല്ല, കുടുംബ സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം പറയുന്നത്. കഴിഞ്ഞ കാലത്ത് വീട്ടിൽ ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ കാരണം ബന്ധങ്ങളിൽ ചെറിയ ദൂരം വന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥകൾ പതുക്കെ മാറി തുടങ്ങുന്ന സമയമാണ്. കുടുംബത്തിൽ വീണ്ടും സന്തോഷവും ഐക്യവും വർദ്ധിക്കും. ചിലർക്ക് വീട്ടിൽ ഒരു സന്തോഷ വാർത്ത വരാൻ സാധ്യതയുണ്ട്. അത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, ഒരു പുതിയ അംഗം കുടുംബത്തിലേക്ക് വരുന്നതാകാം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാവി മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒരു നല്ല അവസരമാകാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന പലർക്കും ഇപ്പോൾ ഭാഗ്യകാലം തുടങ്ങുന്ന ഒരു ഘട്ടമായിരിക്കാം. കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എൻ്റെ ഭാഗ്യം എപ്പോഴാണ് തുടങ്ങുന്നത്, എനിക്ക് എന്തുകൊണ്ട് എല്ലാം വൈകിയാണ് ലഭിക്കുന്നത്. പക്ഷേ പലപ്പോഴും ദൈവം ചില കാര്യങ്ങൾ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ടാകാം. ശരിയായ സമയത്ത് ശരിയായ അവസരം ലഭിക്കാൻ ഇപ്പോൾ ആ സമയത്തിലേക്ക് നിങ്ങൾ അടുത്തെത്തുകയാണ് എന്ന സൂചനയാണ് ഇവിടെ കാണുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃതജ്ഞതയും നല്ല മനസ്സുമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങളെയും അനുഗ്രഹങ്ങളെയും വിലമതിക്കുക. അത് വലിയ വിജയങ്ങളിലേക്ക് വഴിതെളിയിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ പുതിയ അവസരങ്ങൾ വരുമ്പോൾ ചെറിയ ഭയമോ സംശയമോ ഉണ്ടാകാം. പക്ഷെ അതിനെ കാരണം ആ അവസരങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവരിൽ പലർക്കും ഒരു പ്രത്യേക ആഗ്രഹമുണ്ടാകാം. അതിനെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അത് നടക്കുമോ എന്ന സംശയവും നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വഴികൾ തുറക്കാൻ തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടുള്ള അത്ഭുതമായിട്ട് വരണമെന്നില്ല. പക്ഷെ അടുത്ത കാലത്ത് ചില സംഭവങ്ങൾ സംഭവിക്കും. അവ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും. മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുക്കുന്ന നിങ്ങൾക്കായിട്ട് പറയേണ്ട ഒരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും നല്ല ദിവസങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സമയം അടുത്തിരിക്കാം. അതുകൊണ്ട് വിശ്വാസം കൈവിടരുത്. നിങ്ങൾ ശ്രമങ്ങൾ തുടരുക. നല്ല മനസ്സോടെ മുന്നോട്ട് പോകുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നിറയ്ക്കട്ടെ. ദേവി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിനുള്ളിൽ വളരെ ശക്തമായ ഒരു ആത്മീയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ പരീക്ഷണങ്ങൾ നമ്മളെ തളർത്താനല്ല, മറിച്ച് നമ്മെ ശക്തരാക്കാനാണ്. ശിവഭഗവാൻ എന്നത് പരിവർത്തനത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും ദൈവമാണ് എന്നതാണ് പലരും വിശ്വസിക്കുന്നത്. അതായത് പഴയ കഷ്ടങ്ങൾ അവസാനിച്ച് പുതിയൊരു വഴിയിലേക്ക് ജീവിതം തിരിയുന്ന സമയത്ത് പലർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഭവപ്പെടുന്നു എന്നതാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന പലരും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ പോലെ നടന്നിട്ടില്ലായിരിക്കാം. നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ താൽക്കാലികമായിട്ട് അകന്നുപോയതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു പ്രധാന കാര്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടം ഇപ്പോൾ ഇവിടെ അവസാനിക്കാനുള്ള ഒരു സൂചനയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണയായി ജീവിതത്തിൽ ഒരു വലിയ തിരിമറി സംഭവിക്കുന്ന സമയമാണ് അടുത്തത് എന്ന് പറയപ്പെടുന്നു. ഇത് ഒരുപാട് കാര്യങ്ങളിലായിട്ട് കാണാം. ആദ്യമായിട്ട് നിങ്ങൾക്കുള്ളിൽ ഒരു ശക്തമായ ആത്മവിശ്വാസം വീണ്ടും വളരാൻ തുടങ്ങും. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എനിക്ക് ഇനി ഇതിനൊന്നും കഴിയില്ല, എൻ്റെ സമയം ഇനി നല്ലതാകുമോ? പക്ഷെ ഇനി പതുക്കെ ആ ചിന്തകൾ മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് വീണ്ടും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള മനോഭാവം ഉണ്ടാകും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന പലരുടെയും ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. അത് ജോലി സംബന്ധമായിരിക്കാം. ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ശ്രമം പലതവണ തടസ്സപ്പെട്ടിരിക്കാം.
അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് ഏറെ സമയമെടുത്തിരിക്കാം. പക്ഷേ ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് പഴയ തടസ്സങ്ങൾ പതുക്കെ മാറിത്തുടങ്ങും എന്നാണ് വിശ്വാസം പറയുന്നത്. ഇത് ചിലപ്പോൾ അപ്രതീക്ഷിതമായ രീതിയിൽ സംഭവിക്കും. നിങ്ങൾ മുമ്പ് അടഞ്ഞുപോയെന്ന് കരുതിയ വഴികൾ വീണ്ടും തുറക്കപ്പെടും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ആ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പിന്തുണയായി മാറാം. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ശരിയായ സമയത്ത് ശരിയായ ആളുകളെ കൊണ്ടുവരും എന്നാണ് വിശ്വാസം. ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരിൽ പലർക്കും ഒരു പ്രത്യേക സ്വഭാവം കാണാം. അത് ആത്മീയതയോടുള്ള ഒരു അടുപ്പമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാകുന്ന ഒരു ഘട്ടത്തിന്റെ സൂചനയായിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ആ പഴയ സംഭവങ്ങളെ പിടിച്ചു നിൽക്കരുത്. നിങ്ങളുടെ മുന്നേറ്റത്തെ അത് തടസ്സപ്പെടുത്താം. അതുകൊണ്ട് ചില പഴയ കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് മുന്നോട്ടു പോകാൻ പഠിക്കുക. പുതിയ അവസരങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കുക. ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്ന പലർക്കും അടുത്ത കാലഘട്ടത്തിൽ ഒരു നല്ല അവസരം വരാൻ സാധ്യതയുണ്ട്. അത് ഒരു പുതിയ ജോലിയായിരിക്കാം, ഒരു വലിയ തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പുതിയ ദിശയിലേക്ക് മാറ്റുന്ന ഒരു സംഭവമായിരിക്കാം. അത് വരുമ്പോൾ ഭയപ്പെടാതെ മുന്നോട്ടു പോവുക. ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്ന നിങ്ങൾക്കായി പറയേണ്ട പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയ തുടക്കത്തിന്റെ കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വെറുതെ ആയിരുന്നില്ല. അവ നിങ്ങളെ കൂടുതൽ ശക്തനായ വ്യക്തിയാക്കി. ഇനി മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും പുതിയ അനുഭവങ്ങളും ലഭിക്കാം. അതുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ധൈര്യം കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.